അരുൺ, എനിക്ക് ഇവനെ കണ്ടിട്ട് ഏതോ സിനിമയിലെ ദിലീപിനെ പോലെ തോന്നണം. അല്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള, ഇമോഷണലി വളരെയധികം കണക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണത്തിൻ്റെ തലേന്ന് പ്ലസ് കല്യാണം പ്ലസ് റിസപ്ഷൻ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ ആളാണ് അതാ സൈഡിലിരുന്ന് ഏത് മാല ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന എൻ്റെ സ്വന്തം സിസ്റ്റർ. എൻ്റെ കസിനാണ്, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. ഇവിടെ ഓൾമോസ്റ്റ് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവളുടെ കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഞാൻ ഇവള് വ്ളോഗ് എടുക്കുന്ന ചെറിയ പോർഷൻ നിങ്ങൾക്ക് കാണും. എൻ്റെ ഡാഡി എൻ്റെ ഫോട്ടോ കണ്ട് ആസ്വദിക്കുന്നു. സോ തലേ ദിവസത്തെ പരിപാടി നമ്മൾ ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആകെ ഒരു പ്രോഗ്രാമായിരുന്നു, ഒരു ഫംഗ്ഷൻ ആയിരുന്നു, പുടവ കൊടുക്കൽ. ആ പുടവ കൊടുക്കൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് പയ്യൻ്റെ വീട്ടിൽ നിന്ന് പയ്യൻ്റെ സിസ്റ്റർ പ്ലസ് റിലേറ്റഡ് കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ വന്നിട്ട് കല്യാണ പെണ്ണിന്, അതായത് ബ്രൈഡിന് സാരി പ്ലസ് മുല്ലപ്പൂ, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വരും. വാൽക്കണ്ണാടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കൊടുത്തു പോയി. അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സീൻസ് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണിച്ച ചിഞ്ചു കുഞ്ഞിച്ചിയുടെ കുട്ടിയാണ്. ആൾ നല്ല ഡാൻസറാണ്. പക്ഷേ ഡാൻസ് എന്താ പറയുക, പഠിച്ചിട്ടില്ല, പഠിക്കാതെയാണ് ആൾ ഇത്രയും ചെയ്യുന്നത്. ഈ ഗ്രീൻ ചുരിദാറിട്ട ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം നമ്മൾ ചെറിയ മിനിമൽ പരിപാടീസ് ഉണ്ടായിരുന്നുള്ളൂ. ത്രെഡ് ചെയ്യാൻ പോലും മറന്നു പോയിട്ട് വെഡ്ഡിങ് ഡേയുടെ അന്ന് ത്രെഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്രൈഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ആ ബ്രൈഡാണ് ഈ ബ്രൈഡ്. ഇന്നെൻ്റെ കല്യാണമാണ്. ഇത് ഞാൻ എല്ലാവരും വരണം. നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള ഒരാളെ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കിട്ടുമ്പോൾ, അമ്മയാണ് മേക്കപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഷോപ്പിലാണ് മേക്കപ്പ് ചെയ്തത്. മേക്കപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് എന്തായാലും വരും. പക്ഷേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവളുടെ ഹെയറിൻ്റെ ടിപ്പിൽ തൂക്കിയിടാനുള്ള താമരമുട്ട് കിട്ടുകയാണ്. നമ്മൾ 3 ലോട്ടസാണ് എടുത്തിട്ടുള്ളത്. മുട്ടായിട്ടാണ് എടുത്തത്. അതിൻ്റെ ഈ തണ്ടിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് വലിയൊരു സൂചി കൊണ്ട് നമ്മൾ കോർത്തിട്ട് ഈ വൈറ്റ് കളർ ബീഡ്സ് അതിൻ്റെ മേലെ പോർഷനായിട്ട് കോർത്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു നോട്ട് ഇടാൻ ആരും മറക്കരുത്. നോട്ട് ഇട്ടിട്ട് വേണം ഇത് മുട്ടിൻ്റെ ആ പോർഷനിൽ നിന്ന് കെട്ടി മേളിലേക്ക്. സോ ഞങ്ങൾ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് ചെന്നു. അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ട്. ഐരാപുരത്തുള്ള ഭഗവതി ടെമ്പിളിൽ വെച്ചിട്ടായിരുന്നു കെട്ട് വരുന്നത്. എനിക്ക് കുഞ്ഞാടെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ദ സാരി ആൻഡ് ദ ജ്വല്ലറി ആൻഡ് ദ മേക്കപ്പ്, ഹെയർ, എവറിത്തിങ് നല്ല ഈസിലി ബ്ലെൻഡായി പോകുന്നുണ്ടായിരുന്നു. നല്ല എനിക്ക് നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നിയിരുന്നു. അതുപോലെ അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റെഡി ആവുന്ന ഒരു തിരക്കായിരുന്നു. അതുകൊണ്ടാണ് കുറേ വീഡിയോസ് മിസ്സായി പോകുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ എത്രയും പെട്ടെന്ന് എന്താ പറയുക, ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ അമ്പലത്തിൽ കെട്ടെല്ലാം കഴിഞ്ഞിട്ട് 9:30 to 10:30 മുഹൂർത്തം. ആ ഒരു മുഹൂർത്തം കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചിമാരെല്ലാവരും, ഞങ്ങൾ ഈ തവണ കുട്ടികളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് താലം. നമ്മൾ വലിയ ആൾക്കാരാണ് താലം പിടിച്ചത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് പിള്ളേരെയാണ് നമ്മൾ, കുട്ടികൾ അതായത് പെൺകുട്ടികളെയാണ് നമ്മൾ താലം പിടിക്കാനായിട്ട് ഏൽപ്പിക്കുക. പക്ഷേ ഇൻ ദിസ് ടൈം വി ഹാവ് ചോസൻ കുറച്ചും കൂടി അഡൾട്ട്സിനാണ്. അതായത് എല്ലാവരും ഒരു ഓൾമോസ്റ്റ് 20 years ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് വാഗമോൾ മാത്രമാണ് സ്കൂളിൽ പഠിക്കുന്ന ലാസ്റ്റത്തെ സെറ്റും മുണ്ടും മാത്രമാണ് ഒരു യങ്ങറായിട്ടുള്ള ആളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും കല്യാണം കഴിഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കല്യാണം കഴിക്കത്തുള്ളൂ. പിന്നെ അവളുടെ ചേച്ചി എന്ന നിലയിൽ എനിക്ക് കുറേ ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ സോങ്സ് വയ്ക്കണം, കുറച്ച് അത് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാത്തിനും ഞാനൊരു ചെറിയ ഓട്ടത്തിലും കൂടെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പുവാണ്. അപ്പുവിൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തുകൊണ്ട് കുറച്ചെങ്കിലും വീഡിയോസ് എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ടെൻഷൻ എൻ്റെ മുഖത്തുണ്ട്. ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ അത്ര ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്.
ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഞ്ചലെല്ലാം സെറ്റ് ചെയ്ത് പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിലേക്ക് വരവേറ്റുകൊണ്ടിരിക്കുന്ന സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹാന കൃഷ്ണ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 10 വർഷമോ ഒരു 15 വർഷമോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാനും നമുക്കൊന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോങ് വീഡിയോസ് ആയിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതുപോലെ വീഡിയോസായിട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് എൻ്റെ സൈഡിൽ നിന്നും കൂടി ഒരു എഫേർട്ട് ഇട്ട് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് അത്രയും ഒരു പ്രിയപ്പെട്ട കാര്യം മാത്രമാണ് എനിക്ക് പിന്നെ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നു, നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി. അപ്പം എൻ്റെ ചാനലിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ് ഞാൻ കൂടുതലും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു പോയി. താലയെല്ലാം ഞങ്ങൾ ഒരു സൈഡിൽ കൂടി വന്ന് സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ കൂടി കയറി താലം വെച്ചതിന് ശേഷം വേറൊരു സൈഡിൽ കൂടി ഞങ്ങൾ ഇറങ്ങിപ്പോയി. നമ്മൾ ചേച്ചിമാരുടെ റോള് അവിടെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനി റോളൊന്നുമില്ല. ഇനി റോളുള്ളത് പാരൻസിനാണ്. സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളത് ഫോട്ടോ സെഷനാണ്. ഫോട്ടോസ് എടുക്കുക. പിന്നെ മെയിൻ സെഷൻ സദ്യ കഴിക്കുക എന്നുള്ളതാണ്. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സദ്യയെല്ലാം നമ്മൾ കഴിച്ചു. എൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ലുക്കാണ്, എസ്പെഷ്യലി മൈ സാരി. പിന്നെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ സാരിയുടെ കളർ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാമോ? എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കളറിനെ കാണുന്നത് ഓറഞ്ചായിട്ടാണ്. പക്ഷെ എല്ലാവരും എന്നോട് പറഞ്ഞത് ഇത് മഞ്ഞയാണെന്നാണ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഓറഞ്ച് കളറല്ലേ ഗൈസ്? കാരണം ഇത് അച്ചുകുഞ്ഞേച്ചി സെയിം യെല്ലോ കളറാണ് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ വെല്ലുമിച്ചിനെ കണ്ടില്ല, ഇതാണ് വെല്ലുമിച്ചി എടുത്തിരിക്കുന്നത് ഈ യെല്ലോ കളർ സാരിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഓറഞ്ചാണ്, സോറി യെല്ലോ ആണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊരു ഓറഞ്ച് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സാരിയുടെ കളർ എന്താ തോന്നിയെന്നൊന്ന് കമൻറ്റ് ബിലോ ഗൈസ്. അതെനിക്കൊന്ന് കൺഫർമേഷൻ ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫങ്ഷൻ ഓഫ് ദ വെഡ്ഡിങ് എന്ന് പറയുന്നത് അമ്മായിയമ്മ പുടവ കൊടുക്കൽ ചടങ്ങാണ്. ഇത് നിങ്ങളുടെ സൈഡിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങൂടെ ബാക്കിയുണ്ട്. അതായത് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഒരു പുടവ വാങ്ങിയിട്ട് പെണ്ണിൻ്റെ അമ്മയ്ക്ക്, അതായത് എൻ്റെ വല്യമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അത് പയ്യനല്ല പക്ഷെ കൊടുക്കുന്നത്, പെണ്ണാണ് കൊടുക്കുന്നത്, ബ്രൈഡാണ് കൊടുക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന ഒരു സീനാണ്. കാരണം ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. സാധാരണ എല്ലാ ബ്രൈഡ്സും കരഞ്ഞ് നല്ല ഇമോഷണലി ഡൗൺ ആവുന്നൊരു സംഭവം, ഒരു സമയമാണിത്. പക്ഷേ കുഞ്ഞാവൊന്നും കരയുക പോലും ചെയ്തില്ല. കുഞ്ഞാവിന് താലി കിട്ടുന്ന സമയം മുതൽ ഞാനും എൻ്റെ ചേച്ചിമാരെല്ലാവരും കരയായിരുന്നു. നമ്മളെല്ലാം ഭയങ്കര ഇമോഷണലായി പോയി. അത്രയുന്ന സമയത്ത് പോലും, ഇവൾ പോകുന്ന ടൈമിൽ പോലും ഇവളൊന്നും കരയുക പോലും ചെയ്തില്ല. കാരണം എൻ്റെ സിസ്റ്റർ ഭയങ്കര ഇമോഷണലി ആൻഡ് മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡായി ഗൈസ്. എനിക്ക് അതിന് ശേഷം അവളെന്താ കരയാത്തേ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അവൾ കരഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ ഭയങ്കര പ്രൗഡായി അതിന് ശേഷം. കാരണം ശരിക്കും കരഞ്ഞല്ല പോകേണ്ടത്, നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടാണ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ കല്യാണ സമയത്ത് ഞാൻ എന്തായാലും കരഞ്ഞ് മെഴുകും. കാരണം ഞാൻ ഇമോഷണലി നന്നായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് കരയും ഗൈസ്. സോ എൻ്റെ സിസ്റ്റർ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിള്ളേർ സെറ്റിന് എല്ലാവർക്കും ഭയങ്കര ടാറ്റ എല്ലാം കൊടുത്ത് അവൾ അടിപൊളിയായിട്ട് നല്ല ജിൽ നിന്നിട്ടാണ് പോയത്. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. വെഡ്ഡിങ് ഡേയുടെ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഉള്ളത് റിസപ്ഷനാണ്. ദ സെയിം ഡേ തന്നെയാണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ റെഡി ആയതിനു ശേഷം ചേട്ടാ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് പിക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് റിസപ്ഷൻ്റെ കുറച്ച് സീൻസ് കാണാം. റിസപ്ഷന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റിസോർട്ടിൽ ഒരു ഓപ്പൺ സ്റ്റേജിലായിരുന്നു. പക്ഷെ അതിൻ്റെ സെയിം ഡേ നമുക്കൊരു ചെറിയ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാം, ഓപ്പൺ സ്റ്റേജ് ആകുമ്പോൾ മഴ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ്. സോ ഇവൻ്റ് ടീം ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് റീസെറ്റ് ചെയ്തെടുത്തതാണ് ഇത് മൊത്തം. കാരണം മഴേൻ്റെ കൂടെ കുറേ കാറ്റും ഇടിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഒന്നും കൂടെ റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ അവരെ ഹാർഡ് വർക്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു റിസപ്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. മഴ എന്നൊരു പാർട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഹോൾ
പരിപാടി വാസ് വെരി സക്സസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഡെക്കോർ ആണെങ്കിലും എല്ലാം, ഫുഡാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇവിടെ കഴിയാണ്. സോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.